അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയിർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി. അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. സുവിശേഷ വിചിന്തനം. ഈ ലോകത്ത് എല്ലാവരും വലിയവരാകാനും സമ്പന്നരാകാനും ഒന്നാമതാകാനും പരിശ്രമിക്കുന്നവരാണ്. പലരും പല രീതികളിൽ പലതരത്തിൽ സഞ്ചരിച്ച് ഈ ലക്ഷ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ വലുതായവരും ഒന്നാമതായവരും പലർക്കും സ്വീകാര്യരല്ല. കാരണം മറ്റുള്ളവരുടെ ഹൃദയം കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വ്യക്തമായി പറയുന്നു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം. ഒരുവൻ എത്ര അറിവുള്ളവനും പണ്ഡിതനുമാണെങ്കിൽ പോലും അവന് മറ്റുള്ളവരുടെ മുന്നിൽ എളിയവനായി ഞാനെന്ന ഭാവമില്ലാതെ ഇടപെടാൻ കഴിയുമ്പോഴാണ് അവൻ്റെ വലിപ്പത്തിലേക്ക് മറ്റുള്ളവരുടെ കണ്ണെത്തുക. മറിച്ച് അഹങ്കാരത്തോടും ഞാനെന്ന ഭാവത്തോടും പെരുമാറുന്നവൻ്റെ കുറവുകളിലായിരിക്കും മറ്റുള്ളവർ നോക്കുന്നത്. ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച ക്രിസ്തുനാഥനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക. നമ്മുടെ അഹങ്കാരവും ഹുങ്കും വെടിഞ്ഞ് എളിമ അഭ്യസിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.